إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه. اللهم صل وسلم على محمد وعلى آل محمد. اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. السلام عليكم ورحمة الله وبركاته. സൂറത്ത് ഫാത്തിറാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ 4 ആയത്തുകൾ പഠിച്ചു. അതിൻ്റെ ബാക്കി ഇൻഷാ അല്ലാഹ്. സൂറത്ത് ഫാത്തിറ നമ്മൾ പറഞ്ഞിരുന്നു മക്കിയായ സൂറത്താണ്. ഫാത്തിർ എന്ന് കൂടാതെ മലായിക്കത്ത് എന്നുകൂടി സൂറത്തിന് പേരുണ്ട്. 1-ാമത്തെ ആയത്ത് തന്നെ മലക്കുകളെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. ഇന്ന് ഇൻഷാ അല്ലാഹ് നമ്മൾ 5-ാമത്തെ ആയത്ത് മുതലാണ് പഠിക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. يا أيها الناس إن وعد الله حق فلا تغرنكم الحياة الدنيا ولا يغرنكم بالله الغرور إن الشيطان لكم عدو فاتخذوه عدوا إنما يدعو حزبه ليكونوا من أصحاب السعير الذين كفروا لهم عذاب شديد والذين آمنوا وعملوا الصالحات لهم مغفرة وأجر كبير. والذين آمنوا وعملوا الصالحات لهم مغفرة وأجر كبير. أفمن زين له سوء عمله فرآه حسنا فإن الله يضل من يشاء ويهدي من يشاء فلا تذهب نفسك عليهم حسرات إن الله عليم بما يصنعون. സൂറത്തിൻ്റെ തുടക്കത്തിൽ അള്ളാഹുവിൻ്റെ ചില പ്രത്യേക സവിശേഷതകൾ, വിശേഷണങ്ങളും പ്രവർത്തനങ്ങളൊക്കെ പരിചയപ്പെടുത്തി. അങ്ങനെയുള്ള അള്ളാഹുവാണ് എല്ലാ സ്തുതികൾക്കും അർഹനായിട്ടുള്ളവൻ എന്ന കാര്യം വിശദീകരിച്ചു. അതിനുശേഷം മനുഷ്യരോട് അള്ളാഹു അവർക്ക് ചെയ്ത അനുഗ്രഹങ്ങളെക്കുറിച്ച് ഓർമ്മപ്പെടുത്തി. അങ്ങനെ ആകാശത്ത് നിന്ന് ഉപജീവനം നൽകുന്നവനായി മറ്റൊരു സ്രഷ്ടാവും ഇല്ല, അതുകൊണ്ട് അവൻ മാത്രമാണ് ആരാധ്യൻ എന്ന കാര്യമൊക്കെ പറഞ്ഞിട്ട് ഫഅന്നാ തൂഫകൂൻ, ഇതൊക്കെ അറിഞ്ഞിട്ടും മനസ്സിലാക്കിയിട്ടും പിന്നെ നിങ്ങൾ എങ്ങനെയാണ് തെറ്റിക്കപ്പെടുന്നത് എന്നല്ലാഹു ചോദിക്കുകയാണ്. എന്നിട്ട് ഈ ദൗത്യവുമായി വന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കളവാക്കിയ ആളുകളെക്കുറിച്ച്, അവരുടെ നിലപാടിനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഉണ്ടായിരുന്ന മനോവിഷമത്തിൽ അള്ളാഹു
നബിയെ സമാധാനിപ്പിക്കുകയാണ്. നിന്നെ അവർ കളവാക്കുകയാണെങ്കിൽ, ഇതിനു മുമ്പും പ്രവാചകന്മാർ കളവാക്കപ്പെട്ടിട്ടുണ്ട്, അള്ളാഹുവിൻ്റെ ദൂതന്മാർ ഇതിനു മുമ്പും കളവാക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് കാര്യങ്ങളുടെ മടക്കം അള്ളാഹുവിങ്കലേക്കാണ്. അള്ളാഹു അത് വേണ്ട പോലെ കൈകാര്യം ചെയ്തു കൊള്ളും എന്ന് സമാധാനിപ്പിച്ചു. ഇനി ഇപ്പം നമ്മൾ ഓതി വെച്ച ആയത്തുകളിൽ അള്ളാഹു ജനങ്ങളെ വിളിച്ചുകൊണ്ട്, മനുഷ്യരെ മൊത്തമായി വിളിച്ചുകൊണ്ട് തന്നെ പറയാണ്, യാ യുഹന്നാസ്, ഓ ജനങ്ങളെ, ഇന്ന വഅദല്ലാഹി ഹഖ്ഖുൻ, നിശ്ചയമായും അള്ളാഹുവിൻ്റെ വഅദ്, വാഗ്ദത്തം, അത് ഹക്കാകുന്നു, അത് യാഥാർത്ഥ്യമാകുന്നു. അതായത് അള്ളാഹുവിൻ്റെ വാഗ്ദാനം എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹു പ്രവാചകന്മാരിലൂടെ, ദൂതന്മാരിലൂടെ അറിയിച്ചിട്ടുള്ള കാര്യങ്ങൾ, മരണാനന്തര ജീവിതം, പരലോകം, അവിടെയുള്ള രക്ഷാശിക്ഷാ നടപടികൾ, സ്വർഗം, നരകം. ഇവിടെ അള്ളാഹുവിനെ അനുസരിച്ചും അവൻ്റെ ദൂതന്മാരെ അവരിൽ വിശ്വസിച്ചും അവരുടെ മാതൃക പിൻപറ്റിയൊക്കെ ജീവിച്ചാൽ സ്വർഗമുണ്ട്. അതല്ല, അള്ളാഹുവിൽ അവിശ്വസിച്ചും ധിക്കാരം കാണിച്ചൊക്കെ ജീവിച്ചാൽ അവർക്ക് നരകമുണ്ട്. ഇതൊക്കെയാണ് ദൂതന്മാരിലൂടെയും കിതാബുകളിലൂടെയും അള്ളാഹു അറിയിച്ചിട്ടുള്ള വഅദുകൾ, വാഗ്ദാനങ്ങൾ. അതെല്ലാം ഹക്കാണ്, യഥാർത്ഥമാണ്, ഉറപ്പായിട്ടും സംഭവിക്കാനുള്ള കാര്യങ്ങളാണ് എന്ന് അള്ളാഹു മനുഷ്യരോട് പറയണം. എന്നിട്ട് ഒന്നുകൂടി, ഫലാ തഗുറന്നക്കും, ഗാർ എന്ന് പറഞ്ഞാൽ വഞ്ചിക്കുന്നവൻ, ഗർറ വഞ്ചിച്ചു, ഫലാ തഗുറന്നക്കും, നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. എന്ത്? അൽ ഹയാത്തുദ്ദുനിയ, ദുനിയാവിലെ ജീവിതം, ഐഹിക ജീവിതം നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. വലാ യഗുറന്നക്കും ബില്ലാഹി, അള്ളാഹുവിൻ്റെ കാര്യത്തിൽ നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. അൽ ഗറൂർ, ആ മഹാവഞ്ചകൻ. ഗാർ എന്ന് പറഞ്ഞാൽ വഞ്ചിക്കുന്നവൻ, ഗറൂർ വലിയ വഞ്ചന ചെയ്യുന്നവൻ. അത് അൽ ഗറൂർ എന്നിവിടെ പറഞ്ഞത് ശൈത്വാനെക്കുറിച്ചാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ വാഗ്ദാനം സത്യമാണ്, അതായത് മരണാനന്തരം സംഭവിക്കാൻ പോകുന്നു എന്ന് അള്ളാഹു അറിയിച്ച കാര്യങ്ങൾ, ഈ ദുനിയാവിനുള്ള ഒരു അവസാനം, അതിനുശേഷമുള്ള രക്ഷാശിക്ഷകളൊക്കെ, അത് സത്യമാണ്. അപ്പോൾ അവിടെ രക്ഷ കിട്ടണമെങ്കിൽ എന്ത് വേണം? അതിന് അധ്വാനിക്കേണ്ട അവസരമാണ് ഈ ദുനിയാവിലെ ജീവിതം. പക്ഷെ ചില ആളുകൾ എന്ത് ചെയ്യും? ലക്ഷ്യം മറന്ന് ഈ വഴി തന്നെ, ഈ അധ്വാനിക്കാനുള്ള ഈ അവസരം തന്നെ ലക്ഷ്യമായി കാണും. ദുനിയാവിലെ ജീവിതത്തിന് അതിന് അർഹിക്കുന്നതിനേക്കാൾ കൂടുതൽ പരിഗണന കൊടുക്കുകയോ അല്ലെങ്കിൽ അത് തന്നെ ലക്ഷ്യമായി കാണുകയോ, ഇതിൻ്റെ അപ്പുറത്ത് ഇനിയൊന്നുമില്ല. അപ്പം അങ്ങനെയുള്ള ആൾക്കാർ പറയാറ്, ഒറ്റ ജീവിതം ഉള്ളതുകൊണ്ട് എന്ത് ചെയ്യണം? അടിച്ചു പൊളിക്കണം, ആസ്വദിക്കണം, അല്ലേ? അത് അവസാനം വരെ അനുഭവിച്ച് തീർക്കണം. അതുകൊണ്ട് ഒരു നിയമവും ബാധകമല്ല. അതാണ് ഇപ്പോൾ പുതിയ തത്വശാസ്ത്രം. നമ്മൾ ചെറിയ കുട്ടികളെ മുതൽ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഇപ്പോൾ അതാണ്. ഒരു ജീവിതം ഉള്ളതുകൊണ്ട് എന്താക്കണം? അടിച്ച് പൊളിച്ച് തീർക്കണം എന്നാണ്. യഥാർത്ഥത്തിൽ ഈ ജീവിതം ഒരു യഥാർത്ഥ ജീവിതത്തിന് വേണ്ടി ഒരുങ്ങാനുള്ളൊരു സമയമാണ്, ഒരു ചാൻസാണ്. നമ്മൾ പണ്ട് നാട്ടിൽ പറയില്ലേ, വിത്തിനിട്ടത് കുത്തി തിന്നുക എന്ന് പറയില്ലേ. വിത്തിന് വേണ്ടി എടുത്തു വെച്ചത് ഇപ്പം തന്നെ തിന്നാൻ എന്താവും? പിന്നെ വിളവിനൊന്നും ഉണ്ടാവില്ല. ഇവിടെ ദുനിയാവിലെ സമയം എന്ന് പറഞ്ഞാൽ അള്ളാഹു നമുക്ക് പരലോകത്തിന് വേണ്ടി വിഭവങ്ങൾ ശേഖരിക്കാൻ തന്ന സമയമാണ്. അതിനു വേണ്ടി തന്ന സൗകര്യങ്ങളാണ്. അത് വേണ്ട വിധം ഉപയോഗിക്കാതെ ഇവിടെ തന്നെ അങ്ങോട്ട് സുഖിച്ച് തീർക്കാമെന്ന് വിചാരിച്ചാൽ മരണത്തിനപ്പുറമുള്ള ജീവിതത്തിൻ്റെ കാര്യം മഹാ കഷ്ടമാകും. അവിടെ നമ്മൾ നഷ്ടത്തിലാകും. അതുകൊണ്ട് ദുനിയാവിലെ ജീവിതം നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. പിന്നെ ശൈത്വാനെ കുറിച്ച് പറഞ്ഞു, അതായത് പരലോകത്ത് രക്ഷപ്പെടാൻ സഹായകമായി ലക്ഷ്യബോധത്തോടെ, വിശ്വാസത്തോടെ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ച് ജീവിക്കുന്നതിന് നമുക്ക് പ്രധാന തടസ്സമായി വരുന്ന രണ്ട് കാര്യങ്ങൾ, ഒന്ന് ദുനിയാവിനോടുള്ള താല്പര്യവും രണ്ടാമത്തത് പിശാചിൻ്റെ കെണികളുമാണ്. അപ്പം അത് രണ്ടിനെക്കുറിച്ചും വളരെ ശക്തമായി അള്ളാഹു നമ്മളെ താക്കീത് ചെയ്യാണ്. ദുനിയാവ് നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. സൂറത്ത് മുനാഫിഖൂനിലില്ല, നമ്മൾ ജുമാക്ക് ഓതുന്ന സൂറത്തിൽ, യാ അയ്യുഹല്ലദീന ആമനു ലാ തുൽഹിക്കും അംവാലുക്കും വലാ ഔലാദുക്കും, നിങ്ങളുടെ സമ്പത്തും സന്താനങ്ങളും നിങ്ങളെ അശ്രദ്ധയിൽ ആക്കാതിരിക്കട്ടെ. എന്തെന്നുള്ള അശ്രദ്ധ? വിധിക്കില്ല, അല്ലെ? അള്ളാഹുവിനെക്കുറിച്ചുള്ള
ശ്രദ്ധയിൽ നിന്ന്, അള്ളാഹുവിനുള്ള സ്മരണയിൽ നിന്ന് ദുനിയാവിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് അവിടെ എടുത്തു പറഞ്ഞ സമ്പത്തും സന്താനങ്ങളും. അത് നിങ്ങൾ അശ്രദ്ധയിലാക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞു. വേറെ സ്ഥലങ്ങളിലുണ്ട് മക്കളെക്കുറിച്ച് പറഞ്ഞതൊരു പരീക്ഷണമാണ് പറഞ്ഞു, ഫിത്നയാണെന്ന് പറഞ്ഞു അല്ലേ. പിന്നെ അതുപോലെ ദുനിയാവ് അതൊരു വഞ്ചിക്കുന്ന വിഭവമാണെന്ന് പറഞ്ഞു. അങ്ങനെ ഇതൊക്കെ നമ്മൾ വഞ്ചനയിൽ അകപ്പെടുത്താനുള്ള സാധ്യതകളെക്കുറിച്ച് അള്ളാഹു ഖുർആനിൽ ധാരാളം സ്ഥലത്ത് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ലക്ഷ്യത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ട ദുനിയാവിനെ അതന്നെ ലക്ഷ്യമായി കണ്ട് അതിൽ മുഴുകി ജീവിച്ചാൽ പരലോകത്തേക്കൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് അത് അങ്ങനെ നിങ്ങൾ അശ്രദ്ധയിലാകരുത്, അത് നിങ്ങളെ വഞ്ചിക്കരുത് എന്നാണ് ഇവിടെ അള്ളാഹു മുഴുവൻ മനുഷ്യരോടുമായിട്ട് പറയുന്നത്. വലാ യഗുറന്നക്കും ബില്ലാഹിൽ ഗറൂർ, ആ മഹാവഞ്ചകനായ പിശാച് ശൈത്വാൻ നിങ്ങളെ അള്ളാഹുവിൻ്റെ കാര്യത്തിൽ വഞ്ചിക്കാതിരിക്കട്ടെ. പിശാചിൻ്റെ സ്വഭാവം തന്നെ എന്താണ്? വഞ്ചന. പിശാചും മനുഷ്യനുമായിട്ടുള്ള ഇടപാടുകൾ വഞ്ചനയിലൂടെയാണ് തുടങ്ങിയിട്ടുള്ളത് അല്ലേ. ആദം നബി അലൈഹി ഇസ്ലാമിനെ എങ്ങനെയാണ് തെറ്റിച്ചത്? എന്താ വഞ്ചിക്കുക എന്ന് പറയുന്നത്? ഒരാൾ നേർക്ക് നേരെ വന്ന് നമ്മളെ ഉപദ്രവിക്കുകയോ നമ്മളെ ഏതെങ്കിലും നിലക്ക് നമുക്ക് നഷ്ടം വരുത്താൻ ശ്രമിക്കുകയോ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്കതിനെ പ്രതിരോധിക്കാനുള്ള സാധ്യതകളും അവസരങ്ങളും കൂടുതലാണ്. എന്നാൽ നമ്മൾ അറിയാതെ അല്ലെങ്കിൽ നമുക്ക് നന്മ ചെയ്യാനാണ് എന്ന് ഭാവിച്ചുകൊണ്ട് ഒക്കെ ഉപദ്രവിക്കണതിനാണ് നമ്മൾ വഞ്ചന എന്ന് പറയാം. അപ്പോൾ പിശാചിൻ്റെ നിലപാട് അതാണ്. പിശാച് ആദം നബി അലൈഹി ഇസ്ലാമിനോട് വന്നിട്ട് എന്താ പറഞ്ഞത്? നിനക്ക് ഹുൽദ് കിട്ടാൻ, അതായത് ശാശ്വതമായ ജീവിതം, മരണമില്ലാത്ത ജീവിതം കിട്ടാനുള്ളൊരു വഴി പറഞ്ഞു തരട്ടെ, ഈ സ്വർഗത്തു നിന്ന് പുറത്തു പോകാതെ ജീവിക്കാനുള്ളൊരു വഴി പറഞ്ഞു തരട്ടെ. പിന്നെ പറഞ്ഞാൽ എന്താ? ഇന്നീലക്കും പിന്നെ നാസിഹുൻ അമീൻ അല്ലേ, ഞാൻ വളരെ വിശ്വസ്തനായ ഒരു ഗുണകാംക്ഷിയാണ്, നിനക്ക് ഗുണം വരാൻ വേണ്ടി പറഞ്ഞു തരാണ് എന്ന് പറഞ്ഞിട്ടാണ് ആദം നബി അലൈഹി ഇസ്ലാമിനെ സമീപിച്ചത്. അങ്ങനെയാണ് വഞ്ചിച്ചത്. അള്ളാഹുവിൻ്റെ കൽപ്പന തൽക്കാലം മറന്നു പോകുന്ന ഒരവസ്ഥ, എന്നിട്ട് പിശാച് പറഞ്ഞതനുസരിക്കുന്ന ഒരവസ്ഥ ഉണ്ടായത് ഈ വഞ്ചനയിലൂടെ. അപ്പോൾ പിശാചിൻ്റെ പ്രധാന പരിപാടി അതാണ്, മനുഷ്യനെ വഞ്ചിച്ച് അവനെ വഴികേടിലാക്കുക. അപ്പോൾ അത് നിങ്ങൾ സൂക്ഷിക്കണം, ആ വഞ്ചകൻ്റെ വഞ്ചനയിൽ നിങ്ങൾ അകപ്പെടരുത് എന്ന് പറഞ്ഞു. അത് പറഞ്ഞ് അവസാനിപ്പിക്കാതെ വീണ്ടും അല്ലാഹു പറയാണ്, ഇന്ന ശൈത്വാന ലക്കും അദുവുൻ, ഈ ശൈത്വാൻ നിശ്ചയമായും നിങ്ങൾക്കൊരു ശത്രുവാണ്. വേറെ സ്ഥലത്ത് അദുവും മുബീൻ, വ്യക്തമായ ശത്രുവാണ് എന്നൊക്കെ പറഞ്ഞതാണ്. എന്നിട്ടോ ഫത്തഖിദൂഹു അദുവ, അതുകൊണ്ട് നിങ്ങളവനെ ഒരു ശത്രുവായി തന്നെ സ്വീകരിക്കണം, കാണണം. കാരണം എന്താ? ശൈത്താൻ നമ്മളെടുത്ത് ഒരു ശത്രുവായിട്ടല്ല, ഈ പറഞ്ഞ പോലെ നമ്മുടെ മിത്രമായി ചമഞ്ഞുകൊണ്ട് നമുക്ക് ചില ഗുണങ്ങളൊക്കെ ഉണ്ട് എന്ന് തോന്നിപ്പിച്ചുകൊണ്ട് പിന്നെ കബളിപ്പിച്ചുകൊണ്ടാണ് പിശാച് സത്യവിശ്വാസികളെ സമീപിക്കുക. അപ്പോൾ അത് അവൻ്റെ വഞ്ചനയാണ്. യഥാർത്ഥത്തിൽ അവൻ ശത്രുവാണ്. അതുകൊണ്ട് നിങ്ങളവനെ ശത്രുവായി തന്നെ മനസ്സിലാക്കണം, ശത്രുവിനോട് സ്വീകരിക്കുന്ന നിലപാട് തന്നെ സ്വീകരിക്കണം. അവൻ്റെ വഞ്ചനയിൽ നിങ്ങൾ അകപ്പെടാതെ സൂക്ഷിക്കണം. ഇന്നമാ യദ്ഉ, നിശ്ചയമായും അവൻ വിളിക്കുന്നത്, ക്ഷണിക്കുന്നത്, ഹിസ്ബഹു, അവൻ്റെ കക്ഷിയെ. ആരാവൻ്റെ കക്ഷി? അവനനുസരിക്കണം എല്ലാവരും. ജിന്നുകളുണ്ട്, ജിന്നുകൾ അവൻ്റെ കൂടെയുള്ളൊരു പട്ടാളം തന്നെ ഉണ്ട്. ജിന്ന് വർഗത്തു നിന്ന് കുറേ ആളുകൾ ഇബ്ലീസിൻ്റെ സന്തതി പരമ്പരകളായിട്ടും പിന്നെ ഇബ്ലീസിനെ പിൻപറ്റുന്നവരായിട്ടും ഹിസ്ബ്. അതുപോലെ മനുഷ്യരുടെ കൂട്ടത്തു നിന്നും ഇത്തരം പിന്നെ വഴികേട് സ്വീകരിക്കുന്ന ആളുകൾ, പിശാചിനനുസരിക്കുന്ന ആളുകളൊക്കെ പിശാചിൻ്റെ ഹിസ്ബാണ്. അപ്പോൾ അതിൽ നമ്മൾ പെടരുതെന്നാണ് പറയുന്നത്. അങ്ങനെ ഹിസ്ബായിട്ടുള്ള അവൻ്റെ കക്ഷിയായിട്ടുള്ളവരെ അവൻ ക്ഷണിക്കുന്നത്, ഇന്നമ എന്ന് പറഞ്ഞാൽ മാത്രം എന്നുള്ള അർത്ഥം കിട്ടും. അതിന് ശേഷം പറയേണ്ടത് എന്താണോ അത് മാത്രം. ലിയകൂനു, അവരായിത്തീരുന്നതിന് വേണ്ടി മാത്രമാണ്. എന്തായിത്തീരാൻ? മിൻ അസ്ഹാബി സഈർ, സഈറിൻ്റെ ആളുകളായിത്തീരാൻ. സഈർ എന്ന് പറഞ്ഞാൽ നരകത്തിൻ്റെ ഒരു പേരാണ്, കത്തിജ്വലിക്കുന്നത് എന്നാണ് അർത്ഥം. അപ്പോൾ കത്തിജ്വലിക്കുന്ന നരകത്തിൻ്റെ ആളുകളിൽ അവർ ഉൾപ്പെടാൻ വേണ്ടി മാത്രമാണ് അവൻ്റെ കക്ഷിയെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്, ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത്. വേറെ പലതും പറഞ്ഞിട്ടാണ് വിളിക്കുക. നിങ്ങളെ നരകത്ത് കൊണ്ടുവന്നിട്ടല്ല വിളിക്കുക. പക്ഷേ നിങ്ങൾക്ക് ഇവിടെ സുഖിക്കാനുള്ള അവസരം, ഇവിടെ വലിയ പൈസക്കാരനാവാൻ, ഇവിടെ
പിന്നെ നന്നായി പറഞ്ഞ പോലെ അടിച്ചു പൊളിച്ച് നടക്കാനൊക്കെയുള്ള വഴികൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്. പക്ഷേ യഥാർത്ഥ ഉദ്ദേശം എന്താണ്? അങ്ങനെ വഴികേടിലൂടെ കൊണ്ടുപോയി നമ്മളെ നരകത്തിൽ ചാടിക്കുക എന്നുള്ളതാണ്. അതിനാണ് അവൻ വിളിക്കുന്നത്. അതുകൊണ്ട് അവൻ നിങ്ങളുടെ ശത്രുവാണ്, അവനെ ശത്രുവായി കാണണം, അവൻ്റെ വഞ്ചനയിൽ നിങ്ങൾ അകപ്പെട്ടു പോകരുത് എന്ന് അള്ളാഹു മനുഷ്യരെ ഉപദേശിക്കുന്നു. ഇപ്പം പിശാചിനെ ഇവിടെ ഈ കാര്യത്തിന് ഇവിടെ നിയോഗിച്ചത് അള്ളാഹുവാണ്. എന്നിട്ട് അത് അള്ളാഹു നമുക്ക് അറിയിച്ചു തരണം എന്തിനാ? നമ്മളോടുള്ള അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ടാണ്. ഇങ്ങനെ ഒരു പരീക്ഷണം അള്ളാഹുവിടെ വെച്ചു, നന്മയും തിന്മയും നിശ്ചയിച്ചു വന്നു. നന്മ അറിയിക്കാൻ ഓരോ മനുഷ്യൻ്റെ കൂടെ ഓരോ മലക്കിനെ ഏൽപ്പിച്ചു വന്നു. പിന്നെ കാലാകാലങ്ങളിൽ പ്രവാചകന്മാരയച്ചു, അവർ മുഖേന കിതാബുകൾ അവതരിപ്പിച്ചു. അതുപോലെ ഇവിടെ പല ദൃഷ്ടാന്തങ്ങളും പല പരീക്ഷണങ്ങളും പല ശിക്ഷകളും ഒക്കെ നടപ്പാക്കി ഇവിടുന്ന് തന്നെ കാണിച്ചു തന്നു. പരലോകത്ത് എന്ത് സംഭവിക്കുന്നൊക്കെ പഠിപ്പിച്ചു തന്നു. എന്നിട്ട് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് തന്നു. ആ തിരഞ്ഞെടുപ്പ് തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടി അള്ളാഹു അടിക്കടി ഈ ഖുർആനിൽ അതുപോലെ പ്രവാചകന്മാർക്ക് കൊടുത്ത ഉപദേശങ്ങളിൽ വേദങ്ങളിൽ ഈ കാര്യങ്ങൾ ഇങ്ങനെ എടുത്തു പറയാണ്. ഇപ്പോൾ ഇവിടെ ഖുർആനിൽ തന്നെ എടുത്തു നോക്കിയാൽ നമുക്ക് എത്ര സ്ഥലത്താണ് കാണാൻ പറ്റുന്നത്. ഈ ഒരു സൂറത്തിൽ തന്നെ ഈ ഒരു ആയത്തിൽ തന്നെ അത് പറയുമ്പോൾ എത്ര വിശദീകരിച്ചാണ് അതിൻ്റെ ഓരോ ഭാഗങ്ങളും മനുഷ്യൻ്റെ മനസ്സിൽ ശരിക്ക് പതിയുന്ന രൂപത്തിൽ അള്ളാഹു നമ്മളോട് സംസാരിക്കുന്നത്. അപ്പം അങ്ങനെ സൂക്ഷിക്കണം, അവനെ ശത്രുവായി തന്നെ കാണണം എന്ന് പറഞ്ഞു. അല്ലദീന കഫറു, ഇതൊക്കെ ആയിട്ട് ആരാണോ നിഷേധിക്കുന്നത് അത്തരം ആളുകൾ, ലഹും അദാബുൻ ഷദീദുൻ, അവർക്ക് അദാബുണ്ട്, ശിക്ഷയുണ്ട്. അങ്ങനെയുള്ള ശിക്ഷയാണ് ഷദീദ്, കഠിനമായ ശിക്ഷയുണ്ട്. അള്ളാഹുത്ര കൃത്യമായിട്ട് കാര്യങ്ങൾ അറിയിച്ചു തന്നിട്ട് അതൊന്നും വിശ്വസിക്കാതെ നിഷേധിക്കുകയാണെങ്കിൽ അത്തരം ആളുകൾക്ക് കടുത്ത ശിക്ഷയുണ്ടായിരിക്കും എന്നല്ലാഹു പറയാം. വല്ലദീന ആമനു, ഇനി സത്യവിശ്വാസം സ്വീകരിച്ച ആളുകൾ, അള്ളാഹു അറിയിച്ചു തന്ന കാര്യങ്ങൾ പ്രവാചകന്മാർ പഠിപ്പിച്ച കാര്യങ്ങൾക്ക് വിശ്വസിച്ചാൽ, വഅമിലു സ്വാലിഹാത്തി, എന്നിട്ട് ആരാണോ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നത്, ലഹും അവർക്കുണ്ട് മഗ്ഫിറത്തുൻ പാപമോചനം, വ അജ്റുൻ പ്രതിഫലവും, കബീർ വമ്പിച്ച. അപ്പോൾ നിഷേധിച്ചാൽ അവർക്ക് കടുത്ത ശിക്ഷ ഉണ്ടായിരിക്കും. അത് പറഞ്ഞപ്പോൾ അവരെ പ്രവർത്തനങ്ങളെക്കുറിച്ചൊന്നും അവിടെ പറഞ്ഞില്ല. അവരവിശ്വസിച്ചു എന്നുള്ള കാര്യം മാത്രമേ പറഞ്ഞത്. അവിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നെ പ്രവർത്തനം ഉണ്ടായിട്ട് കാര്യമല്ല. പിന്നെ അവരുടെ പ്രവർത്തനങ്ങൾക്കൊരു വിലയുമില്ലാതെ അല്ലാതെങ്കിൽ സ്വീകരിക്കപ്പെടുകയില്ല. എന്തൊക്കെ ഇപ്പോൾ പല ആളുകളും പിന്നെ ഇവിടെ പല നന്മയും ചെയ്യുന്നുണ്ടാവും. പൊതുവേ നന്മയായിട്ട് അംഗീകരിക്കപ്പെട്ട മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ നല്ല മാന്യമായിട്ട് മനുഷ്യന്മാരോട് നല്ല മാന്യമായിട്ട് പെരുമാറുന്ന ആളായിരിക്കും. പക്ഷേ പടച്ചവനായിട്ടുള്ള ബന്ധം നിഷേധത്തിൻ്റെ ധിക്കാരത്തിൻ്റെയാണ്. അപ്പോൾ അവരിവിടെ ചെയ്ത നന്മക്ക് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യം ഉണ്ടാവില്ല. കാരണം പ്രതിഫലം കൊടുക്കേണ്ട അള്ളാഹുവിനെ അവർ നിഷേധിക്കുകയാണ്, അല്ലെങ്കിൽ അള്ളാഹുവിൽ അവർ പങ്കു ചേർക്കുകയാണ്, അള്ളാഹുവിനോട് അവർ ധിക്കാരം പ്രവർത്തിക്കുകയാണ്. അവർ പിന്നെ മറ്റെന്ത് ചെയ്താലും അത് അള്ളാഹുവിങ്കൽ പരിഗണിക്കപ്പെടുകയില്ല. അതുകൊണ്ട് അവരുടെ പ്രവർത്തനത്തെപ്പറ്റി ഇവിടെ ഒന്നും പറഞ്ഞിട്ടില്ല. സത്യനിഷേധികളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വളരെ കുറച്ച് ഖുർആനിൽ പറഞ്ഞിട്ടുള്ളൂ. അത് അവിടെ അള്ളാഹു പിന്നെ ധൂളിയാക്കി പറത്തിക്കളയുമെന്നൊക്കെ ചില സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ സത്യവിശ്വാസത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ നോക്കിയ വല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി, അത് ഖുർആനിൽ നമുക്ക് ആവർത്തിച്ച് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഈമാനിൻ്റെ കൂടെ അമലു സ്വാലിഹാത്ത് എടുത്തു പറയും. ഈമാനുണ്ടെങ്കിൽ പ്രവർത്തനങ്ങൾ കൊണ്ട് ഫലമുണ്ട്. എന്നാൽ ഈമാൻ കൊണ്ട് മാത്രം ഫലമല്ല, പ്രവർത്തനവും വേണം. പ്രവർത്തനം കൊണ്ട് മാത്രം ഫലമല്ല, ഈമാനും വേണം. അതുകൊണ്ട് ഇത് രണ്ടും ചേർത്താണ് മിക്കവാറും സ്ഥലങ്ങളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുക. ഇപ്പോൾ ഇവിടെ അത് പറഞ്ഞപ്പോഴും വിശ്വസിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്താൽ അവർക്ക് മഗ്ഫിറത്തുണ്ട്. അപ്പോൾ അവിടെ ആദ്യം പറഞ്ഞ മഗ്ഫിറത്താണ്. അതായത് ചെയ്ത പ്രവർത്തനങ്ങൾക്കുള്ള പ്രതിഫലത്തെ പറ്റി പറയുന്നതിൻ്റെ മുമ്പേ പറയുന്നത് മഗ്ഫിറത്തിനെ കുറിച്ചാണ്. അത് മനുഷ്യനാണ്. മനുഷ്യന് തെറ്റുകൾ സംഭവിക്കും. ഒരു തെറ്റും സംഭവിക്കാത്ത അവസ്ഥയിലല്ല മനുഷ്യൻ അള്ളാഹു പടച്ചത്. അങ്ങനെ അള്ളാഹു മലക്കുകളെ പടച്ചിട്ടുണ്ട്. അവർക്ക് തെറ്റ് ചെയ്യാൻ കഴിയില്ല. അതിനുള്ള പ്രകൃതി അവർക്ക് അള്ളാഹു കൊടുത്തിട്ടില്ല. അള്ളാഹു അവർക്ക് ഇഖ്തിയാർ കൊടുത്തിട്ടില്ല. കൽപ്പിച്ചത് ചെയ്യാനേ അവർക്ക് കഴിവ് കൊടുത്തിട്ടുള്ളൂ. അതിനെതിരെ ചെയ്യാനോ കൽപ്പിച്ചത് ചെയ്യാതിരിക്കാനോ ഉള്ളൊരു പ്രകൃതം അവർക്കില്ല.
എന്നാൽ മനുഷ്യനങ്ങനല്ല. മനുഷ്യന് തെറ്റുകൾ സംഭവിക്കും. എത്ര സൂക്ഷിച്ച് ജീവിച്ചാലും അതിൽ നിന്ന് അള്ളാഹു പ്രവാചകന്മാരൊക്കെയാണ് ഇസ്മത്ത് കൊടുത്തിട്ടുള്ളത്. പാപ സുരക്ഷിതത്വം, മാസൂമുകളാണ് അവർ. അതായത് വലിയ പാപങ്ങൾ എന്ന് പറയാൻ പറ്റുന്ന ഒന്നും അവരൊന്നും സംഭവിക്കില്ല. ചെറിയ ചെറിയ എന്തെങ്കിലും വീഴ്ചകളൊക്കെ ചിലപ്പോൾ സംഭവിച്ചു എന്ന് വരാം മാനുഷികമായിട്ട്. അതിപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിഷയത്തിൽ നമുക്കറിയാമല്ലോ, അബ്ദുല്ലാ ഇബ്നു മക്തൂമിനോട് അദ്ദേഹം വന്നപ്പോൾ ശ്രദ്ധിച്ചില്ല. അവിടെ പ്രമാണിമാരുമായിട്ട് സംസാരിച്ച് അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ, അവർക്ക് കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അദ്ദേഹം വന്നപ്പോൾ ഒന്ന് മൈൻഡ് ചെയ്യാതിരുന്നു. പക്ഷെ അത് അള്ളാഹു വളരെ ഗൗരവത്തിൽ തിരുത്തി, അല്ലേ? അപ്പോൾ പ്രവാചകന്മാരിന്ന് അങ്ങനെ സംഭവിക്കുന്നത് പോലെ അള്ളാഹു എന്ത് ചെയ്യും? തിരുത്തും. പക്ഷെ അതൊന്നും എന്തല്ല, പാപമെന്ന് പറയാൻ പറ്റില്ല. പാപം സംഭവിക്കാതിരിക്കുക എന്നുള്ളത് പ്രവാചകന്മാർക്ക് മാത്രമേ മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു അങ്ങനെ ഒരു സുരക്ഷിതത്വം നൽകിയിട്ടുള്ളൂ. മറ്റ് മനുഷ്യന്മാരിൽ പാപം സംഭവിക്കും. പക്ഷെ പാപം ചെയ്യാനായിട്ടുള്ളൊരു മനസ്സും ത്വരയുണ്ടാവരുത്. അപ്പോൾ ഈ സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളിൽ നിന്ന് വന്ന വീഴ്ചകളൊക്കെ ആ സൽക്കർമ്മങ്ങളും അവരുടെ വിശ്വാസവും പരിഗണിച്ച് തന്നെ അള്ളാഹു അവർക്ക് മഗ്ഫിറത്ത് കൊടുക്കും. വലിയ ഓരോന്നിനും ഓരോ രീതികളുണ്ട്. ചെറിയ പാപങ്ങളാണെങ്കിൽ നമ്മുടെ സൽക്കർമ്മങ്ങൾ കൊണ്ട് തന്നെ പല പാപങ്ങളും പൊറുക്കപ്പെടും. പിന്നെ തൗബ കൊണ്ട് പൊറുക്കും. അല്ലെങ്കിൽ വലിയ സൽക്കർമ്മങ്ങൾ കൊണ്ട് ചെറിയ പാപങ്ങൾ പൊറുക്കും. അങ്ങനെയൊക്കെ ഉണ്ട്. നമ്മൾ ചോദിക്കാതെ തന്നെ കുറേ അള്ളാഹു പുറത്തു തരും. എന്നാൽ തൗബ ചെയ്തിട്ട് മാത്രം പൊറുക്കപ്പെടുന്ന പാപങ്ങളുണ്ട്. തൗബ ചെയ്യാതെ ഒരിക്കലും പൊറുക്കാത്ത പാപമാണ് ഷിർക്ക്. അതും തൗബ ചെയ്ത് അള്ളാഹു പുറത്തു തരും. കുഫറും ഷിർക്കും ഒക്കെ അത് അവസാനിപ്പിച്ച് അള്ളാഹുവിലേക്ക് മടങ്ങി അള്ളാഹു പുറത്തു തരും. അത്ര വിശാലമാണ് അള്ളാഹുവിൻ്റെ കാരുണ്യം. അപ്പോൾ ഇവിടെ ഈമാനും അമലു സ്വാലിഹാത്തും ഉണ്ടെങ്കിൽ അവർക്ക് മഗ്ഫിറത്തുണ്ട്. അവരുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കും എന്നല്ലാഹു പറയാം. അജ്റുൻ കബീർ, അവർ ചെയ്ത പ്രവർത്തനങ്ങൾക്കാകട്ടെ വമ്പിച്ച പ്രതിഫലവും ഉണ്ട്. അഫമൻ സുയ്യന ലഹു, സയ്യന എന്ന് പറഞ്ഞാൽ അലങ്കരിച്ചു, ഭംഗിയാക്കി എന്നൊക്കെയാണ് അർത്ഥം. സുയ്യന അലങ്കരിക്കപ്പെട്ടു. മൻ സുയ്യന ലഹു, ഏതൊരുത്തന് അലങ്കരിക്കപ്പെട്ടുവോ. അഫമൻ, അഫ എന്ന് പറഞ്ഞാൽ അവിടെ അപ്പോൾ ആണെന്നുള്ള ചോദ്യമാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആരൊരുത്തന് അലങ്കരിക്കപ്പെട്ടിരിക്കുന്നുവോ, എന്ത്? സൂഉ അമലിഹി, സൂ പറഞ്ഞ ചീത്ത, തിന്മ. സൂഉ അമലിഹി, അവൻ്റെ ചീത്തയായ പ്രവർത്തനം. സുയ്യന ലഹു, അവന് അലങ്കരിക്കപ്പെട്ടു, ഭംഗിയായി കാണിക്കപ്പെട്ടു. അങ്ങനെയുള്ളൊരുത്തൻ്റെ കാര്യം. ഫറആഹു, എന്നിട്ടപ്പോൾ അവൻ അതിനെ കാണുന്നത് ഹസനൻ, നന്മയായിട്ടാണ്. ഇപ്പോൾ തിന്മ പ്രവർത്തിക്കുക, ആ തിന്മ വളരെ ഭംഗിയുള്ളതായിട്ട് അവന് തോന്നിക്കപ്പെടുക. എന്നിട്ട് അതൊരു നല്ല കാര്യമായിട്ട് അവൻ കാണുക. അങ്ങനെയുള്ളവൻ്റെ കാര്യം എന്താണ്? ശൈത്താൻ അങ്ങനെയാണ് ആളുകളെ വഴിപഴപ്പിക്കുക. തിന്മകളെ ശൈത്താൻ തന്നെ പറഞ്ഞാണ്, പടച്ചവനുമായിട്ടൊരു വാഗ്വാദം നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ പറയണെന്താ, ഞാൻ അവർക്കിതൊക്കെ നന്മയാക്കി കാണിച്ചു കൊടുക്കും, ഇതൊക്കെ വലിയ നല്ല കാര്യമായിട്ട് അവർക്ക് തോന്നിച്ചു കൊടുക്കും. ഇപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ വളരെ വളരെ വൃത്തികെട്ട തിന്മകൾ ചെയ്യുന്ന ആൾക്കാരെന്താ പറയുക? അതിനിപ്പോൾ എന്താ പ്രശ്നം? അത് മനുഷ്യൻ്റെ ആവശ്യമല്ലേ, മനുഷ്യന് സുഖിക്കാനല്ലേ, മനുഷ്യന് സന്തോഷത്തിനല്ലേ. അതിനിപ്പോൾ വേറെ ആർക്കും എന്താ പ്രശ്നം? വേറെ ആർക്കും പ്രശ്നമില്ലെങ്കിൽ അതെന്തിനാ തിന്മയായിട്ട് കാണുന്നത്? എന്നിട്ട് അതിനു വേണ്ടി വാദിക്കുക, അല്ലേ? അതിനു വേണ്ടി പ്രസംഗിക്കുക, അതിനു വേണ്ടിയിട്ട് പല നിലക്കുള്ള പ്രചാരവേലകൾ ചെയ്യുക, ലഹരി ഉപയോഗിക്കാൻ, ലൈംഗികമായ ആഭാസങ്ങൾക്ക് വേണ്ടി, അങ്ങനെ എന്തൊക്കെ കുറ്റകൃത്യങ്ങൾ നടക്കുന്നുണ്ടോ അതിനൊക്കെ ന്യായീകരണം പറയുന്ന ആൾക്കാരില്ലേ. അവർക്കത് നല്ലതായിട്ടാണ് അവർക്ക് തോന്നിയിട്ടുള്ളത്. പിശാച് അങ്ങനെ നന്മയാക്കി കാണിച്ചു കൊടുത്തപ്പോൾ അതാണ് അവർ സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ അവരെ സംബന്ധിച്ച് അവരൊരു നല്ല കാര്യം ചെയ്യാണ് എന്നാണ് അവരുടെ ധാരണ, അവരുടെ വിചാരം. കാരണം അവർക്ക് ഇതിൻ്റെ അപ്പുറത്തുള്ള ലോകത്തെക്കുറിച്ച് വിശ്വാസമില്ല. അതുകൊണ്ട് ശരി തെറ്റുകൾ എന്നുള്ളത് പുറത്തുനിന്ന്, നമ്മുടെ ജീവിതത്തിൻ്റെ പുറത്തുനിന്ന് വേറൊരാൾ പഠിപ്പിച്ച് തന്നിട്ട് നമ്മൾ സ്വീകരിക്കേണ്ടതാണെന്ന് അവർ അംഗീകരിക്കണില്ല. അവരെ സംബന്ധിച്ച് നമ്മളെ ജീവിതം നമ്മൾ തീരുമാനിക്കുന്ന ശരിയും തെറ്റും, അപ്പോൾ ഇതാണ് എൻ്റെ ശരി എന്ന് തിന്മകളെ ഭംഗിയായി കാണുക, അതിൽ ആസ്വാദനം കാണുക, എന്നിട്ട് അത് നല്ല കാര്യമായിട്ട് ജീവിതത്തിൽ വലിയ സന്തോഷമുള്ള, വലിയ അഭിമാനമുള്ള, അതൊന്നും വേണ്ട എന്ന് പറയുന്നവർ ഏത് കാലത്ത് ജീവിക്കേണ്ട പഴഞ്ചന്മാരാണ് എന്ന് പരിഹസിക്കുന്ന രീതിയിൽ തിന്മകളെ മഹത്വവൽക്കരിക്കുക. അതെന്തുകൊണ്ടാണ്? പിശാചാണ് അവർക്കത് തോന്നിച്ചു കൊടുക്കുന്നത്. അതിനെ
അവർ സ്വീകരിക്കുകയാണ്. അങ്ങനെയുള്ള ആൾക്കാരെ കാര്യം എന്താണ്? അവർക്ക് പ്രതിഫലം ഉണ്ടാവുമോ? അവർക്ക് മാഫിറത്ത് ഉണ്ടാവുമോ? അള്ളാഹു നേരത്തെ പറഞ്ഞതിൻ്റെ ബാക്കിയായിട്ടാണ് പറയണത്. അപ്പോൾ അവരുടെ കാര്യം എന്താണ്? അവരുടെ കാര്യം മഹാകഷ്ടം തന്നെ. ഫഇന്നല്ലാഹ യുദില്ലു മൻ യശാഉ. അപ്പോൾ നിശ്ചയമായും അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവരെ യുദില്ലു, ദല്ല എന്ന് പറഞ്ഞാൽ വഴികേടിലാക്കി, യുദില്ലു വഴികേടിലാക്കുന്നു, വയഹ്ദി അവൻ സന്മാർഗത്തിലാക്കുന്നു, മൻ യശാഉ അവൻ ഉദ്ദേശിക്കുന്നവരെ. അപ്പം അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവരെ സന്മാർഗത്തിലാക്കും, അവൻ ഉദ്ദേശിക്കുന്നവരെ വഴികേടിലാക്കും. അപ്പോൾ പിന്നെ നമ്മളാണോ കുറ്റക്കാർ? അങ്ങനെയല്ല തോന്നുക പെട്ടെന്ന്. അള്ളാഹ് കുറേ ആൾക്കാരെ ഹിദായത്തിലാക്കി, എന്നിട്ട് അവർക്ക് സ്വർഗം കൊടുക്കണോ? അള്ളാഹ് കുറേ ആൾക്കാരെ ദലാലത്തിലാക്കിയിട്ട് അവരെ നരകത്തിലിടുന്നു. അങ്ങനെ ഉണ്ടാകാൻ പറ്റുമോ? അങ്ങനെ ഉണ്ടാവില്ല. അങ്ങനെ ഉണ്ടാവില്ല എന്നുള്ളത് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പല സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. മാ നബി ദല്ലാമിൽ ലിൽ അബീദ്, ഞാൻ എൻ്റെ അടിമകളോട് അക്രമം കാണിക്കുന്നവനല്ല. അതുപോലെ അള്ളാഹു ഒരാളോടും ഒരിക്കലും അക്രമം കാണിക്കില്ല. അത് ഖുദ്സിയായ ഹദീസിൽ കാണാം, അള്ളാഹു സ്വയം ദുൽമ് നിഷിദ്ധമാക്കിയിരിക്കുന്നു. അള്ളാഹു ആരോടെങ്കിലും ദുൽമ് കാണിക്കുക എന്നുള്ളത് അള്ളാഹു സ്വയം ഹറാമാക്കിയിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾക്കിടയിൽ നിങ്ങളും എന്ത് ചെയ്യാൻ പാടില്ല? അക്രമം കാണിക്കാൻ പാടില്ല എന്ന് പറഞ്ഞതായിട്ട് ഖുദ്സിയായ ഹദീസിൽ കാണാൻ പറ്റും. അപ്പോൾ ഇതെന്താ? അതായത് അള്ളാഹു ആരെന്ത് ചെയ്യൂല? നിർബന്ധിച്ചിട്ട് ഒന്നിൽക്കും ആക്കൂല. ഒരുത്തൻ വഴികേടിന് പോകുമ്പോൾ അവനെ പിടിച്ചല്ല ഈ അങ്ങനെ ആകാൻ പറ്റില്ല, എന്നെ ഹിദായത്തിലാക്കുകയാണ്, അങ്ങനെ നിർബന്ധിക്കണ പരിപാടിയില്ല. ഒരാൾ നന്നാകാൻ വിചാരിച്ച ആളെ നന്നാകാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് അവനെ വലാലത്തിലാക്കുന്ന പരിപാടിയില്ല. പിന്നെ എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ ഉദ്ദേശം എന്നുള്ളത്? അതിന് അള്ളൊരു വ്യവസ്ഥ വെച്ചിട്ടുണ്ട്. എന്താ ഉദ്ദേശം? അള്ളാഹു ഉദ്ദേശിക്കുന്നവരെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അള്ളാഹു ഉദ്ദേശിച്ചിട്ടുള്ളത്? അത് അള്ളാഹു പല സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. ആരെങ്കിലും നന്മയിലേക്ക് മനസ്സ് വിശാലായാൽ അവൻ അള്ളാഹു അത് എളുപ്പമാക്കി കൊടുക്കും. ഒമൻ യശ്റഹ് സദ്റഹു ലിൽ ഇസ്ലാം, അള്ളാഹുവിന് സമർപ്പിക്കാൻ ഒരാൾ സ്വയം മനസ്സ് വിശാലായാൽ അയാൾക്ക് ആ വഴി അള്ളാഹു എളുപ്പമാക്കി കൊടുക്കും. ഒരാൾ തിന്മ സ്വീകരിക്കാനും അതിൻ്റെ ആളാകാനുമാണ്, അപ്പോൾ അയാൾക്ക് അള്ളാഹു ആ വഴി എളുപ്പമാക്കി കൊടുക്കും. നമുക്ക് തിരഞ്ഞെടുക്കാൻ സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. ആ സ്വാതന്ത്ര്യം അനുസരിച്ച് നമുക്ക് കീഴൊതുങ്ങാനുള്ള അതിന് പിന്നെ കാര്യങ്ങൾ പഠിക്കാനുള്ള വഴികൾ അല്ല നജഅലഹു ഐനൈൻ വലിസാനം വശഫത്തൈൻ വഹദൈനാഹു നജ്ദൈൻ, രണ്ട് മാർഗ്ഗങ്ങൾ ഉയർന്ന രീതിയിൽ വേറെ വേറെ കാണാവുന്ന നിലക്ക് നന്മ തിന്മ വ്യക്തമാക്കി തന്നിട്ടുണ്ട്. നമുക്ക് തിരഞ്ഞെടുത്താൽ മതി. അപ്പോൾ ഒരുത്തൻ ഒരു വഴിക്ക് അതിനൊക്കെ ധിക്കരിച്ച് പോവുകയാണെങ്കിൽ അവനെ വലാലത്തിൽ തുടരുക, എന്നിട്ട് അവനെ ശിക്ഷിക്കുക എന്നുള്ളതാണ് അള്ളാഹുവിൻ്റെ പരിപാടി. അല്ല ഒരാൾക്ക് നന്മ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ അയാൾക്ക് അതിനെ സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് അള്ളാഹുവിൻ്റെ പരിപാടി. അതുകൊണ്ടാണ് ഒരുപാട് കാലം തിന്മ ചെയ്തിട്ട് അവസാനം ചില ആൾക്കാരെന്ത് ചെയ്യും? കുറെ കഴിഞ്ഞിട്ടാണ് മനസ്സിലാവുന്നത് അവൻ നന്മയിലേക്ക് മടങ്ങി വരുമ്പോൾ അള്ളാഹു അതിന് സൗകര്യ അവസരം കൊടുക്കുന്നു. എന്നാൽ കുറേ കാലം നന്മ ചെയ്ത് വലിയ ദീനിൻ്റെ ആളൊക്കെ ആയിട്ട് നടന്നിട്ട് അവസാനം വഴിതെറ്റിപ്പോയി മറ്റുള്ളവരും കൂടി വഴികളിലൊക്കെ ശ്രമിക്കുന്ന ആൾക്കാരുണ്ട്. അവരാ വഴിക്ക് അള്ളാഹു കൊണ്ട് വിടും. അപ്പോൾ അതായത് അള്ളാഹുവിൻ്റെ ഒരു തൗഫീഖും കൂടി വേണം. എന്നാൽ അള്ളാഹു ആരോടും അനീതിയൊട്ട് കാണിക്കുകയും ഇല്ല. അപ്പോൾ ആ നിലക്ക് ചിലർ വലാലത്തിലാകും, ചിലർ ഹിദായത്തിലാകും. അതിൻ്റെ പേരിൽ എന്ത് വേണ്ട? നബിയോട് പറയാണ് ഫലാ തദ്ഹബു നഫ്സുക അലൈഹിം ഹസറാത്ത്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിരുന്ന ആഗ്രഹം എല്ലാവരും എന്താവണം? എല്ലാവരും ഈ സത്യം സ്വീകരിക്കണം, എന്നിട്ട് എല്ലാവരും രക്ഷപ്പെടണം എന്ന് എല്ലാ പ്രവാചകന്മാരും അങ്ങനെ തന്നെ ആഗ്രഹിച്ചിരുന്നു. പക്ഷെ അതിന് വളരെ കുറഞ്ഞ ആളുകളാണ് അതിന് നല്ല നിലക്ക് ഉത്തരം നൽകിയിരുന്നത്. അപ്പോൾ അവർക്ക് ആ ജനങ്ങളുടെ കാര്യത്തിൽ വലിയ ഖേദവും പ്രയാസവും ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് വളരെ കൂടുതലായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അള്ളാഹു നബിയോട് പറയാണ് അവരുടെ കാര്യത്തിൽ എന്തു വേണ്ട? ഫലാ തദ്ഹബു നഫ്സക, നിൻ്റെ ജീവനെ, നിൻ്റെ ആത്മാവിനെ നീ അതിൽ പോക്കിക്കളയേണ്ടതില്ല. അവരാലോചിച്ചിട്ട് ബേജാറായിട്ട് പ്രയാസപ്പെടേണ്ട, അല്ലെങ്കിൽ അത് മുഖേന നിനക്ക് ജീവൻ നഷ്ടപ്പെട്ടു പോകാതിരിക്കട്ടെ. നബിക്ക് അത്ര കടുത്ത ദുഃഖം ഉണ്ടായിരുന്നു അവർ ഇത് സ്വീകരിക്കാതെ ധിക്കാരം കാണിക്കുന്നതിൽ. അപ്പോൾ അതുകൊണ്ട് ഹസറാത്ത് എന്ന് പറഞ്ഞാൽ ദുഃഖം, കഠിനമായ ദുഃഖം. അപ്പം അവരുടെ വിഷയത്തിലുള്ള കഠിനമായ ദുഃഖം നിൻ്റെ പ്രാണൻ കളയാതിരിക്കട്ടെ. ഫലാ തദ്ഹബു നഫ്സുക അലൈഹിം ഹസറാത്ത് ഇന്നല്ലാഹ അലീമുൻ ബിമാ യസ്നഊൻ. നിശ്ചയമായും അവർ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച്, സ്വന എന്ന് പറഞ്ഞാൽ പ്രവർത്തിച്ചു, അവർ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് നിശ്ചയമായും അള്ളാഹു അറിയുന്നുണ്ട്. അപ്പോൾ അവരുടെ നിലപാടെന്താ, അവരുടെ പ്രവർത്തനം എന്താ? പിന്നെ
ഇത് അവർ ധിക്കാരം കാണിക്കുന്നു, സ്വീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പല വിധത്തിൽ പരിഹസിക്കുകയും പ്രയാസപ്പെടുത്തുകയും ഒക്കെ അതും ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ അവരുടെ നിലപാടുകളെക്കുറിച്ചൊക്കെ അള്ളാഹു കൃത്യമായി അറിയുന്നുണ്ട്. അതുകൊണ്ട് അവരുടെ കാര്യത്തിലൊക്കെ അള്ളാഹു വേണ്ടപ്പോൾ വേണ്ട നടപടികൾ സ്വീകരിച്ചു കൊള്ളും. പിന്നെ നന്മ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് അവർക്ക് നന്മയിലേക്ക് അത് സ്വീകരിക്കാനുള്ള അവസരം അള്ളാഹു കൊടുക്കും. അതല്ലാത്തവർക്ക് അവരല്ലാഹു അവരുടെ വഴികേടിൽ തന്നെ വിട്ടുകളയും. അതുകൊണ്ട് അവരുടെ വിഷയത്തിൽ അങ്ങനെ അമിതമായി എന്ത് വേണ്ട, ദുഃഖിക്കേണ്ട, പ്രയാസപ്പെടേണ്ട, മനസ്സ് വിഷമിപ്പിക്കേണ്ട എന്നൊക്കെ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമാശ്വസിപ്പിക്കുക കൂടി ചെയ്യാണ് ഈ ആയത്തുകൾ. ഈ പറഞ്ഞാൽ എന്തെങ്കിലും അവ്യക്തത ഉണ്ടെങ്കിൽ ചോദിച്ചാൽ അറിയേണ്ടത് പറയാം. ഒന്ന് പറഞ്ഞു നോക്കി, നിങ്ങൾക്കെന്നെ പറഞ്ഞു നോക്കിക്കൂടെ? യാ അയ്യുഹന്നാസു, എന്താണ്? ഓ ജനങ്ങളെ, ഇന്ന വഅദല്ലാഹി ഹഖ്ഖുൻ, തീർച്ചയായും അള്ളാഹുവിൻ്റെ വാഗ്ദത്തം സത്യമാണ്, യഥാർത്ഥമാണ്. ഫലാ തഗുറന്നകും അൽ ഹയാത്തുദ് ദുനിയ, ദുനിയാവിലെ ജീവിതം, ഐഹിക ജീവിതം നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. വലാ യഗുറന്നകും ബില്ലാഹിൽ ഗറൂർ, ആ മഹാവഞ്ചകൻ, അതായത് പിശാച്, അള്ളാഹുവിൻ്റെ കാര്യത്തിൽ നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. ഇന്ന ശൈത്വാന ലക്കും അദുവുൻ, തീർച്ചയായും പിശാച്, ശൈത്വാൻ നിങ്ങളുടെ ശത്രുവാണ്. ഫത്തഹിദൂഹു അദുവ, അതുകൊണ്ട് നിങ്ങളവനെ ശത്രുവായി തന്നെ സ്വീകരിക്കുക. ഇന്നമാ യദ്ഉ ഹിസ്ബഹു ലിയകൂനു മിൻ അസ്ഹാബി സഈർ, തീർച്ചയായും അവൻ അവൻ്റെ കക്ഷികളെ ക്ഷണിക്കുന്നത് എന്തിനാണ്? അവർ നരകാവകാശികൾ ആയിത്തീരാൻ മാത്രമാണ്. അല്ലദീന കഫറൂ ലഹും അദാബുൻ ഷദീദ്, അവിശ്വസിച്ച ആളുകൾക്ക് കഠിനമായ ശിക്ഷയുണ്ട്. വല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി ലഹും മഗ്ഫിറത്തുൻ വഅജ്റുൻ കബീർ, വിശ്വസിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്തവർക്ക് പാപമോചനവും വമ്പിച്ച പ്രതിഫലവും ഉണ്ട്. അഫമൻ സുയ്യന ലഹു സൂഉ അമലിഹി, അപ്പോൾ ആർക്കാണോ അവൻ്റെ പ്രവർത്തനം, ചീത്ത പ്രവർത്തനം ഭംഗിയാക്കി കാണിക്കപ്പെടുന്നത്, ഫറആഹു ഹസന, എന്നിട്ടവനതിനെ നന്മയായി കാണുകയും ചെയ്യുന്നത്. അവൻ്റെ കാര്യം ആ വാചകനെ ഇടക്ക് വെച്ച് നിർത്തിയിരിക്കുകയാണ്. അവൻ്റെ കാര്യം നഷ്ടമാണ്. കാരണം നേരത്തെ പറഞ്ഞ ആൾക്കാർക്കുള്ള പോലെ പ്രതിഫലവും പാപമോചനമൊന്നും അവനുണ്ടാവുകയില്ല എന്നാണ് താല്പര്യം. ഫൈനല്ലാഹ യുദില്ലു മൻ യശാഉ വയഹ്ദി മൻ യശാഉ, നിശ്ചയമായും അള്ളാഹു അവനുദ്ദേശിക്കുന്നവരെ, ആദ്യം പറഞ്ഞത് യുദില്ലു വഴികേടിലാക്കുന്നു, അവനുദ്ദേശിക്കുന്നവരെ അവൻ സന്മാർഗത്തിലും ആക്കുന്നു. ഫലാ തദ്ഹബ് നഫ്സുക അലൈഹിം ഹസറാത്ത്, അവരെക്കുറിച്ചുള്ള കഠിന ദുഃഖം നിൻ്റെ പ്രാണൻ കളയാതിരിക്കട്ടെ. ഇന്നല്ലാഹ അലീമും ബിമാ യസ്നഊൻ, നിശ്ചയമായും അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനെക്കുറിച്ച് അള്ളാഹു അറിയുന്നുണ്ട്. പ്രാവശ്യം ഓതിയിട്ട് നിർത്താം അല്ലേ? ഓരോന്നോതാ ഒന്ന്. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.